എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേർ ഐസക് മത്തായി, തടിക്കുളങ്ങര. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി പരിമളത്തൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ചു, തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. സ്തോത്രം. 36-ഉം 39-ഉം വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 വ്യക്തികളെ കാണുവാൻ കഴിയും. ഒന്ന്, റൈച്ചസ് വൺ, അതായത് കർത്താവായ യേശു ക്രിസ്തു. 2, എ സെൽഫ് റൈച്ചസ് വൺ, പരീശൻ, സ്വയം നീതീകരിക്കുന്നവൻ. 3, അൺറൈച്ചസ് വൺ, പാപിനിയായ ഒരു സ്ത്രീ. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ കർത്താവിനെ പരിഹസിച്ച കൂട്ടരായിരുന്നു പരീശന്മാരും പുരോഹിതന്മാരും ശാസ്ത്രിമാരും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതുകുപ്പ്, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവയെ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ഈ ഉപമയിലെ പരീശൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിക്കുന്നവനാണ്. എന്നാൽ ഈ സ്ത്രീ അനീതിയുള്ളവളും പാപിനിയുമാണ് എന്ന ഉത്തമ ബോധ്യം ഇവൾക്കുണ്ട്. പരീശനും ഈ സ്ത്രീയും തമ്മിൽ വലിയ അന്തരമുണ്ട്. ശീമോൻ ധനവാനും പേരുകെട്ടവനുമാണ്. സ്ത്രീ ആകട്ടെ സമൂഹത്തിൽ യാതൊരു പേരും പെരുമയും സ്ഥാനമോ മാനമോ ഇല്ലാത്തവളും അപമാനിതയും മറ്റുള്ളവരാൽ തള്ളപ്പെട്ടവളുമാണ്. ശീമോൻ വിരുന്ന് കഴിക്കുന്നു. അനേക പരീശന്മാരെയും മറ്റു ഉന്നതന്മാരെയും ക്ഷണിച്ച് കാണണം. ആ കൂട്ടത്തിൽ കർത്താവിനെയും ക്ഷണിച്ചിരുന്നു ഭക്ഷണത്തിനായി. ശീമോൻ ഒന്നിനും കുറവില്ലാത്തവനും സ്വയം തൃപ്തനും മനസ്സലിയാത്തവനുമാണ്. ശീമോൻ്റെ ഹൃദയത്തിലെ നിലവാരം മനസ്സിലാക്കിയ കർത്താവ് ശീമോനോടൊരു കഥ പറയുന്നു. അത് ഈ 7-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. കർത്താവ് ഇങ്ങനെ തുടങ്ങുന്നു: ശീമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ട് എനിക്ക്. അപ്പോൾ ശീമോൻ പറയുകയാണ്, ഗുരു പറഞ്ഞാലും. കടം കൊടുക്കുന്ന ഒരുവന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വസ്തുവകകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ 2 കൂട്ടർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി തന്നെ എന്ന് പറഞ്ഞു. ഈ ഉപമയിൽ നിന്നും ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്,
സ്ത്രീ ഭാവനയാണെന്നും ശീമോൻ്റെ ഉള്ളിലെ ചിന്തകളും വിചാരങ്ങളും കർത്താവ് മനസ്സിലാക്കി. അപ്പോൾ തന്നെ മനസ്സിലാക്കി. ദൈവകരുണ അനുസരിച്ച് ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന തത്വം ഈ ഉപമയിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ക്ഷമിച്ചു തന്ന പാപത്തിൻ്റെ ആധിക്യപ്രകാരം പാപിയുടെ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കും. ഞാൻ ഒന്നുകൂടി അത് എടുത്തു പറയുന്നു. ദൈവം ക്ഷമിച്ചു തന്ന, ഇളച്ചു തന്ന പാപത്തിൻ്റെ ആധിക്യപ്രകാരം പാപിയുടെ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കും. തൻ്റെ പാപം വലുതാണെന്ന് ഒരാൾക്ക് അറിയാമെങ്കിൽ അത് മോചിച്ചു കൊടുക്കുന്ന ദൈവത്തോട് കൂടുതൽ നന്ദിയുള്ളവരായിരിക്കും. അതാണ് നമ്മൾ ഈ ഉപമയിൽ കണ്ടത്. ഒരാളുടെ നന്ദി പ്രകടനം അവൻ എത്ര വലിയ പാപിയാണെന്നതിനെ അടിസ്ഥാനമാക്കിയല്ല, അവൻ്റെ പാപത്തെക്കുറിച്ചുള്ള അവൻ്റെ അറിവിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ എത്ര വലുതായിരുന്നാലും ചെറുതായിരുന്നാലും നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ട് പാപമോചനം നേടുവാൻ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞ ഉപമയിൽ 2 പേർക്കും കടം വീട്ടുവാൻ വകയില്ലായിരുന്നു. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് നമ്മുടെ പാപം മോചിച്ച് കിട്ടുന്നതും കിട്ടിയിട്ടുള്ളതും. ലൂക്കോസിൻ്റെ സുവിശേഷം 7:44 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ ഈ കർത്താവ് സ്ത്രീയുടെ നേരെ തിരിഞ്ഞതിന് ശേഷം ശീമോനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്ന നിമിഷം മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമളത്തൈലം എൻ്റെ കാൽക്കൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. യേശു പരീശനായ ശീമോനെ നോക്കി പറഞ്ഞത്, ശീമോൻ ഹൃദയത്തിൽ കുറ്റം വിധിച്ച പാപിനിയായ സ്ത്രീയും മായി താരതമ്യപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. പരീശൻ തങ്ങളെ തന്നെ പാപികളാണെന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളും ഒട്ടും മോശക്കാരല്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പിന്നെ പാപമൊന്നുമില്ലെന്ന് ധരിച്ചിരിക്കുന്നവരാണ് കൂടുതൽ പേരും. അങ്ങനത്തെ ഒരു തലമുറ ഇന്ന് ആത്മീയ കോളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഇന്ന് ആത്മീയ കോളത്തിലുള്ളത്. ദൈവത്തിൻ്റെ കരുണയും പാപക്ഷമയും ഇങ്ങനെയുള്ളവർക്ക് അർത്ഥശൂന്യമാണ്. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുന്നതിൻ്റെയും ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെയും ഒരു കാരണവും പരീശന്മാരുടെ ചിന്തയിലില്ല. അതുകൊണ്ട് മാത്രം അവർ ദൈവത്തെ സ്നേഹിക്കുന്നു. ഇന്നത്തെ ന്യൂ ജനറേഷൻ സഭകളുടെയും ന്യൂ ജനറേഷൻ ശുശ്രൂഷകന്മാരുടെയും ഒരു യഥാർത്ഥ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ശീമോൻ്റെ ഭവനത്തിൽ എല്ലാം ഉണ്ടെങ്കിലും യഹൂദ മര്യാദ പ്രകാരം ഒരു ഗസ്റ്റിനെ സ്വീകരിക്കുമ്പോൾ ഗസ്റ്റിനെ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കാലുകൾ കഴുകുവാൻ വെള്ളം കൊടുക്കുന്ന മര്യാദ കർത്താവിനോട് ശീമോൻ കാണിച്ചില്ല. മാത്രമല്ല, തലയിൽ വിശേഷ തൈലം പൂശി ആദരിച്ചുമില്ല. സ്ത്രീയെ നോക്കുമ്പോൾ അവൾ പരീശൻ്റെ ഭവനത്തിൽ ക്ഷണിക്കപ്പെടാതെ വന്നവളാണ്. എന്നാൽ കർത്താവിൻ്റെ പാദം നനയ്ക്കുവാൻ അവൾക്ക്
പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരുണ്ടായിരുന്നു. ആ ദിവ്യപാദം തുടയ്ക്കുവാൻ അവളുടെ തലമുടി ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മുടി അവളുടെ ഗ്ലോറിയാണ്. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ അവളുടെ ഗ്ലോറി കൊണ്ട് തൻ്റെ രക്ഷകൻ്റെ പാദം തുടയ്ക്കുന്നു. ശീമോൻ ധനവാനായിരുന്നിട്ടും കർത്താവിനെ ആദരിക്കുവാൻ പരിമളത്തൈലം പൂശിയില്ല. സ്ത്രീയെ നോക്കുമ്പോൾ അവൾ തനിക്കുള്ളത് മുഴുവനും രക്ഷകൻ്റെ പാദത്തിൽ വച്ചു. ശിമോൻ സ്ത്രീയെ കുറ്റം വിധിക്കുന്നു. സ്ത്രീയോ താൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഹൃദയത്തിൽ തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു. സ്ത്രീ ഹൃദയവേദനയോടുകൂടി കരയുന്നവളും ആവശ്യക്കാരിയുമാണ്. സമൂഹം തള്ളപ്പെട്ടവളെ കർത്താവ് അംഗീകരിക്കുന്നു. എവിടെ നാം സ്വയം താഴ്ത്തുന്നുവോ അവിടെ നാം ഉയർത്തപ്പെടും. സ്വയം തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവോ അവിടെ ദൈവം പ്രവർത്തിക്കും. സ്വയം താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തുന്നു. അപ്പോസ്തലനായ പൗലോസിനെ നോക്കുക. ഞാൻ പാപികളിൽ ഒന്നാമൻ എന്ന് ഏറ്റുപറയുവാൻ ഒരു മടിയും കാണിച്ചില്ല. പാപബോധമാണ് മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. പാപിനിയായ സ്ത്രീ അവളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും കർത്താവിനെ സ്നേഹിക്കുന്നു. അവൾ കർത്താവിനോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുക മാത്രമല്ല, കർത്താവിനെ അവളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവളുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു കിട്ടി. ശീമോനെ നോക്കുമ്പോൾ സ്നേഹം പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, കർത്താവിന് ഹൃദയത്തിൽ ഒരു സ്ഥാനവും കൊടുത്തില്ല. അതിനു പകരം കർത്താവിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. സ്ത്രീ ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ കർത്താവിനെ തൊടുവാൻ സമ്മതിക്കുകയില്ല ആയിരുന്നു എന്ന്. തൻ്റെ സ്വന്തം പാപങ്ങൾ തിരിച്ചറിയുകയും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപക്ഷമ ലഭിക്കുകയും ചെയ്യാതെ ആർക്കും സത്യമായി ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കുന്നതാണ് ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ യേശു കർത്താവ് സ്ത്രീയോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ സ്ത്രീയുടെ കർത്താവിനോടുള്ള സ്നേഹമല്ല അവളെ രക്ഷിച്ചത്, അവൾക്ക് കർത്താവിലുള്ള വിശ്വാസമാണ്. യേശു അവളുടെ രക്ഷകനാണെന്നും അവളുടെ പാപങ്ങൾ മോചിക്കാമെന്നുള്ള ആ വിശ്വാസം ലഭിച്ചതുമാണ് അവളുടെ രക്ഷയ്ക്ക് കാരണമായത്. കർത്താവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് നമുക്ക് പാപക്ഷമയും സൗഖ്യവും ലഭിക്കുന്നത്. പാപിനിയായ ആ സ്ത്രീക്ക് ദൈവം തൻ്റെ കൃപയിൽ പ്രദാനം ചെയ്യുന്ന രക്ഷ ലഭിക്കുവാൻ കഴിഞ്ഞു. കർത്താവിലുള്ള വിശ്വാസമാണ്, ദൈവത്തോടുള്ള വലിയ സ്നേഹമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. സ്വയം നീതീകരിച്ച പരീശന് ഒന്നും ലഭിക്കാതിരുന്നപ്പോൾ പാപിനിയായ സ്ത്രീക്ക് ലഭിച്ചത് പാപത്തിൽ നിന്നുള്ള മോചനവും രക്ഷയുമാണ്. വലിയ ഭാരവുമായി കടന്നു വന്നവൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ എല്ലാം ഇറക്കി വച്ചപ്പോൾ സമാധാനവും കർത്താവിലുള്ള വിശ്വാസവും രക്ഷയും പ്രത്യാശയും അവൾക്ക് ലഭിച്ചു. അവൾ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. വിരുന്നൊരുക്കി യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു വരുത്തിയ ശീമോന് ലഭിച്ചത് ഗുണീകരണവും ശാസനയുമാണ്. ഇനി നാം നമ്മളിലേക്കൊന്ന് നോക്കുക. നാം എവിടെ നിൽക്കുന്നു? നമ്മുടെ പാപങ്ങൾ
എത്ര വലുതായിരുന്നാലും അത് മുഴുവനായും ആ പാദപീഠത്തിൽ ഇറക്കി വച്ചാൽ അവൻ പാപമോചനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ് നാം അന്വേഷിക്കുന്ന ദൈവം. അതായത് നമ്മുടെ ജീവനുള്ള ദൈവം, കർത്താവായ യേശു ക്രിസ്തു. നിന്റെ പാപം രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. പാവനിയായ സ്ത്രീയെപ്പോലെ തൻ്റെ സ്വന്തം പാപങ്ങൾ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപശ്രമം ലഭിക്കാതെ ആർക്കും വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. കർത്താവ് നടത്തിയ ഈ വീട് സന്ദർശനത്തിന് വളരെ വ്യത്യാസമുണ്ട് സക്കായിയുടെ ഭവന സന്ദർശനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ. കർത്താവ് പരീശനായ ശീമോൻ്റെ ഭവനത്തിൽ ചെല്ലുന്നത് ശീമോൻ ക്ഷണിച്ചത് കൊണ്ടാണ്. എന്നാൽ കർത്താവ് സക്കായിയുടെ ഭവനത്തിൽ ചെല്ലുന്നത് കർത്താവ് സക്കായിയോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. സ്വന്തം അതിഥിയായിട്ടാണ് കർത്താവ് സക്കായിയുടെ ഭവനത്തിലേക്ക് പോകുന്നത്. ഇതിൽ നിന്നും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, കർത്താവിനെ വിരുന്നിന് വിളിച്ച് നല്ല ഭക്ഷണം കൊടുത്തതുകൊണ്ടോ നേർച്ച കാഴ്ചകൾ കഴിച്ചതുകൊണ്ടോ കർത്താവ് ആരിലും പ്രസാദിക്കുന്നില്ല. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ വിചാരങ്ങളെ, ചിന്തകളെ എല്ലാം കർത്താവ് അപ്പോഴപ്പോൾ അറിയുന്ന ഒരു ദൈവമാണ്. പാവനിയായ സ്ത്രീയുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത കർത്താവ് അവളുടെ ഹൃദയത്തിൻ്റെ നിലവാരം മനസ്സിലാക്കി. അവളെ ശീമോനേക്കാൾ ഉപരിയായി സ്നേഹിച്ചു. അവളുടെ പാപത്തെയല്ല, അവളുടെ ആ മനസ്സിൻ്റെ അവസ്ഥയെ. ഇനി നാം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുക. നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം എവിടെ നിൽക്കുന്നു? കർത്താവിനെ സ്നേഹിക്കുക മാത്രമല്ല, കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കർത്താവിനെ സ്നേഹിക്കണം. ഈ കർത്താവിന് നമ്മുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുക. എങ്കിൽ മാത്രമേ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയുള്ളൂ, വാഴുകയുള്ളൂ. എന്തെല്ലാം ചെയ്താലും ഹൃദയങ്ങളെ കർത്താവിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് നാം തന്നെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായിരിക്കും. ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ കർത്താവ് നമ്മളിൽ കൂടി പ്രവർത്തിക്കും. ദൈവകൃപ അനുഭവിക്കുവാൻ ഇടയായിത്തീരും. സന്തോഷവും സമാധാനവും കർത്താവിലുള്ള പ്രത്യാശയും അന്യോന്യം സ്നേഹവും സഹകരണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഗാഡ് ബ്ലസ് യു ആൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.